ഹലോ മച്ചന്മാരെ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫുള്ള് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഞായറാഴ്ച ഒരു ദിവസത്തെ കളിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, ഓക്കെ, നമ്മളവിടെ ചെന്നിട്ട് നമ്മളെ കളി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സമയം എത്ര മണിയായി ഇപ്പം? യു എയിൽ റോഡ് മുറിച്ച് കിടന്നു കഴിഞ്ഞാൽ ഫൈനുള്ള കാര്യം ഇവനറിയില്ല. തേണ്ടി ഗൈസ്, അടുത്ത നമ്മുടെ ബാറ്റ്സ്മാൻ കം ഓൾറൗണ്ടർ ഗൈസ്, നമ്മുടെ ഹാർഡ് ഹീറ്റർ പ്ലസ് ബോളർ. ഏയ് മോൻ കാണിക്ക്. ഞായറാഴ്ച കളിക്കാൻ പോകുന്നതിൻ്റെ, അതായത് ഈ ഒരാഴ്ച ഫുള്ള് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞായറാഴ്ച കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിയാണ്, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാധാരണ എനിക്ക് എല്ലാം മറക്കണമെങ്കിൽ ഈ ഞായറാഴ്ച ആണോ? നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടി കഴിഞ്ഞാൽ അത്ര സന്തോഷമല്ലേ. നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നത്, പിന്നെ ജസ്റ്റ് കളിക്കാൻ പറ്റുന്നത്, ഇതൊക്കെയല്ലേ പ്രവാസികൾ. ഡബിൾ സന്തോഷം കളിക്കാൻ പോകുന്ന പറയുമ്പോൾ. രണ്ടുപേരുടെ കൂലങ്കഷമായ ചർച്ച. ഈ കളി ഈ ദിവസം ഞാൻ കളിക്കും, ഈ ദിവസം അവൻ കളിക്കും, ഈ ദിവസം എനിക്ക് 100 അടിക്കണം, ഈ ദിവസം അവൻ 50 അടിക്കണം. വാ നിനക്ക് എൻ്റെ സ്കോർ അറിഞ്ഞൂടെ മോനെ? ദാണ്ട ഞാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നിനക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് കണ്ടിട്ട് നീ എന്നെ വരെ ബഹുമാനിച്ച് നടന്നോണം. അതാണ് അവിടെ കളിക്കാരൻ. ഇതെല്ലാം കേട്ട് ബ്ലിങ്ക്സ് അടിച്ചിരിക്കുന്ന ലേ ഹാക്കി. ബാക്കിയുള്ളവന്മാർ പറഞ്ഞത് തന്നെ കിടന്നുറങ്ങിക്കൂടെ, ഈ ദിവസം കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുള്ളത് അതിന്? ഓക്കെ, അപ്പൊ ഈ പറയുന്ന കിടന്നുറങ്ങിക്കൂടെ അത് പറയുന്നവന്മാരോട് ഇങ്ങനെയുള്ള ചാൻസ് കിട്ടൂല. യെസ്, അതോളാം. ഇത്രയൊക്കെ ചോദിക്കും, പറയുമെങ്കിലും ഒക്കെ ചെയ്യുമെങ്കിലും ഇവൻ നല്ലൊരു ബാറ്റ്സ്മാനാണ്, നല്ലൊരു കളിക്കാരനാണ്. മോനെ നിന്റെ കളിക്കാരനെത്തി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ കിടക്കുന്നതാണ് നമ്മുടെ മയിൽവാഹനം. എന്നും എല്ലാ സൺഡേകളിലും നമ്മളെ കൊണ്ടുപോയി കളിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് റൂമിലാക്കി നമ്മുടെ ഒരു മയിൽവാഹനം തന്നെയാണത്. എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സൺഡേയിലെ ഒരേ ഒരു വാഹനം. കളിക്കാൻ പോകുമ്പോഴായാലും ഈ പോസിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ ഇവർ നല്ല കളിക്കാരനായിട്ട് നമ്മളത് ഇഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ മയിൽവാഹനത്തിൽ പ്രവേശിച്ചു. ഇനി നമ്മുടെ യാത്ര തുടങ്ങിയായി. നമുക്ക് ഇരിക്കണ്ടേ? നീ 5 വിക്കറ്റ് എടുക്കും ബോളിംഗ് കിട്ടിയെങ്കിൽ. വെരി ഗുഡ്. എവിടെടാ? തൊടുക്കന്റെ ഇല്ല, ഞങ്ങള് പോയി. ആദ്യം പറഞ്ഞു ഇവിടെ ലുക്കൊരു മുട്ടാണ് തരാം. മുട്ട അത് മറ്റേ സ്കോർ കാർഡിൽ കിട്ടുമല്ലോ അവന്. എടാ ജീവന് രാവിലത്തെ ചെക്കനെ ഉറപ്പിക്കാതെ. അതുപോലെ ഇപ്പൊ അടുത്ത ദിവസം ചങ്കിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് എല്ലാരും സ്റ്റാറ്റസ് ഇട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് വാട്സാപ്പിൽ ഇതിലൊക്കെ അയച്ചു കൊടുത്തു. സ്റ്റാറ്റസ് ഇട്ട് ഓരോരുത്തരായിട്ടുണ്ട്. ഞാനത് ഇന്ന് ഇപ്പൊ ആരെങ്കിലും ടാഗ് ചെയ്തിക്കണെന്നല്ലേ. ഇതെന്ന് പറഞ്ഞ ചെക്ക് ആയിക്കൊണ്ട് എവിടെ അറിയോ? ജിഷാറിന്റെ വീഡിയോ, ജിഷാർക്ക് യൂട്യൂബ് വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെ കിട്ടുന്നത്? ഇല്ലടാ, ലൊക്കേഷൻ ഇട്ടിട്ടില്ല. ഇത് കാർ റേസിംഗ്. കാർ റേസിംഗിന്റെ ലൊക്കേഷൻ തപ്പുന്നുണ്ട്. പിന്നെ എങ്ങനെ ലൊക്കേഷൻ കിട്ടാ? എന്താക്കുന്നു വെള്ളം വേണ്ടി വരുമോ? വെള്ളം നമ്മുടെ ഇത് ടാബ് എടുത്ത് കലക്കാൻ വെള്ളം വേണ്ട. കലക്ക സമാധി 15 മിനിറ്റ് ഉണ്ടോ? ഞാൻ അവിടെ പോയിട്ട് വെള്ളം പഠിച്ചിട്ട് ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഇല്ലാതിരുന്നു പോയത്. 1/2 മണിക്കൂർ ഇപ്പൊ നമുക്ക് കിട്ടി. എവിടെ നിന്ന് വന്നപ്പോ രണ്ടാളല്ലേ ഉള്ളൂ. ഒരാഴ്ച ഫുള്ള് കണ്ടിന്യൂ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ഒരു ദിവസമാണോ നിങ്ങൾ കരുതുന്നത്, അതോ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റുന്നതോ? അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ? ഞാൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞു, ഓരോരുത്തരുടെ അഭിപ്രായം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഞാന്, സുഹിത്ത്, ലുക്മാൻ എല്ലാരും പറഞ്ഞു. ആഴ്ചയിൽ നമുക്ക് 1 ദിവസം കിട്ടുള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്യാം. കളിച്ച് പൊളിക്കുക. അതൊരു വൈബാണ്. എനിക്കിങ്ങനെ എന്നും കളിക്കാൻ പോകുന്ന എല്ലാ കളിയും കാലത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു 3 മണിക്കൂർ സ്വർഗം കണ്ട്
അങ്ങനെയാണ് ഞാൻ ഫോൺ തിരിച്ചു വെക്കേണ്ടിരുന്നത്. ഇങ്ങനെ വെച്ചാൽ ഫോൺ തിരിച്ചു കഴിക്കണം. സൂപ്പർ ഫോട്ടോ അല്ലേ? എന്താ ഈ ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് സെറ്റ് സാധനം. അവൻ എന്നെ കൊതി തോന്നുന്നു. അപ്പൊ പിന്നെ ഈ ബാക്കിയുള്ള ആണുങ്ങളോട് പറഞ്ഞു. അച്ഛാ ഇത് തന്നെ ലൊക്കേഷൻ മാറിയൊന്നും വന്നില്ലല്ലോ. നടുവിന് ചെറിയ വയ്യായി ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കാൻ കളിക്കാൻ. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് എടുക്കുക. അതന്നെ. ഓക്കെ, കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളത് അവിടേക്ക് അങ്ങനെ തന്നെ. ആ വൈറ്റ് ജേഴ്സിത്തെ ടീം എവിടെ? അതിന്റെ നടുവ് കൂടി ഉണ്ടോ അവിടെ? ഇങ്ങനെ അവിടെ ആവൂല. ആ വണ്ടി വേർത്ത് കൊണ്ടെടുത്തോ, അല്ലാണ്ട് ഇവിടെ ഇട്ട് കണ്ടെടുക്കണ്ടേ? ഇവിടത്തെ കുഴിയടേ എക്സ്പേർട്ട് വണ്ടി വന്ന ചോന്ന വണ്ടി. ഇവിടെ താവുന്നല്ല, അടിയോ അവിടെ ഇരിക്കും വണ്ടി. പടച്ചോൻ എത്തിച്ച് നമ്മളിന്ന് കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കളി സ്ഥലത്ത് നമ്മൾ ഫിനിഷായി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു അവതാരം, ദ കിങ് ഓഫ് പട്ടാൻ, സീശാംബായി. വന്നിട്ട് 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടുന്ന പോലെ എല്ലാവരെയും നടന്ന് പരിചയപ്പെടുക, പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. 10 മിനിറ്റ്, അതാണ് നമ്മുടെ പരിപാടി. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞായറാഴ്ച കിട്ടുന്നതിൻ്റെ അവർ മാക്സിമം അവർ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഇവിടെ ഒരു ടീമൊന്നുമല്ല കളിക്കുന്നത്, ഒരു 10-20ഓളം ടീമുകൾ ഇവിടെ തന്നെ കളിക്കുന്നുണ്ട്. കാരണം ഇതൊരു വലിയ ഒരു മരുഭൂമി പോലെ കിടക്കുന്നതാണെങ്കിലും ഇതുപോലെ ഇവിടെ തന്നെ ഒരു 5-6 ടീമുകൾ തമ്പടിച്ച് ഇവിടെ കളിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ കളി വയ്ക്കുന്ന ടീമുകളും ഉണ്ട്, ഇവിടെ ഹോം ഗ്രൗണ്ടാക്കിയ ടീമുകളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നവരാണ് നമ്മുടെ എതിർ ടീം. നാളെ ഈ ജേഴ്സി ഇട്ടുകൊണ്ടിരിക്കുന്നവരാണ് എതിർ ടീം. നാളെ നമ്മുടെ ക്യാപ്റ്റൻ നിന്ന് ടോസ് അടിക്കാൻ പോയിട്ടുണ്ട്. ടോസ് അടിച്ചതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ. പൈസ കിട്ടിയാൽ മതിയായിരുന്നു. അത് റെയിലാണോ ബാക്ക് നീളത്തിൽ ട്രാക്ക് കാണുന്നില്ലേ? അത് റെയിലാ. അതിന് മേലെ കൂടെ എന്ത് നീളം അറിയോ? നമ്മളെ നാട്ടിൽ 2 ട്രെയിൻ്റെ വലിപ്പുണ്ട്. അല്ലല്ല, അത് കള്ളല്ല. കാണട്ടെ, വരുമ്പോ കാണാൻ ചെറുതാ വലുതാന്നൊക്കെ എത്ര ബോഗിണ്ടെന്നൊന്നും എണ്ണാതി. നമ്മളെ നാട്ടിലത്തെ ട്രെയിൻ അവിടെ ഒക്കെ ബാക്കിലാണ് ഇപ്പോഴും. അളിയോ കണ്ട് ഇതാണ്ടേ വലിപ്പം കൂടുതലുണ്ടായില്ലേ? നശിപ്പിച്ച് ഇവിടെ നോർമൽ ട്രെയിൻ മെട്രോ എത്ര ചെറുതാണ്. ചരക്കാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ ചരക്കുമ്പോ. അങ്ങനെ നമ്മുടെ ബോളിംഗ് കഴിഞ്ഞ് അടുത്ത ബാറ്റിങ്ങിലോട്ട്. நீ எப்பவும் கேப்பிய பாம்பே எனக்கு வேணும்னு, அதுக்கு நேரம் வந்துருச்சு. பாம்பேக்கு இனிமே நீதான் பாஷா. இந்த கடலோட ஆழம் என்ன? என்ன ஆழம் தெரியாம ஆழ முடியாது. இறங்கி ஆழந்தே பார்த்தலாம். भाई के लिए, और बात जब भाई की आती है तो दिमाग नहीं, सिर्फ दिल काम करने लगता।
രണ്ടുപേരുടെ പാർട്ണർഷിപ്പിൽ നല്ല റൺ വന്നിട്ടുണ്ട്. ഇനി ജയിക്കാൻ വെറും 36 റൺ. താങ്കളെ കുറിച്ച് പറയാനില്ല എന്ന് തീർത്തും പറയേണ്ടി വരും. കാരണം അത്രമേൽ കണ്ണിന് കുളിർമ പകരുന്ന രീതിയിലുള്ളൊരു ബാറ്റിംഗ് ശൈലി. ാടുവയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നൊരു പക്ഷേ ആ ബോൾ ഈ താരത്തിനോട് ചോദിച്ചെന്നിരിക്കും. മാത്രമേ ഇല്ല. നെക്സ്റ്റ് അടിയായിരുന്നു, പക്ഷേ അത് ഫീൽഡറിന്റെ കയ്യിൽ ഭദ്രം. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും പോയി. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ നമ്പർ 88 ലുക്മാൻ. ഇന്ന് അവന്റെ ദിവസമായിരുന്നു. വലിയ പ്രോബ്ലം ഉണ്ടാകില്ല. അത്രമേയില്ല. വലിയ ഷോട്ടുകൾ ആ താരത്തിന്റെ ബാറ്റിൽ നിന്ന് ഉടലെടുക്കുന്നു. 1000 പ്രേമാർദ്ര കാവ്യങ്ങൾ എന്തിന് ഉന്മയിൽ പീലിയായി നീയുണ്ട് ജീവിത. കഴിഞ്ഞു പോയ 2 മത്സരങ്ങളിൽ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞ് കണ്ണീര് തുടച്ച സപ്പറിനും സംഘത്തിനും മറ്റൊരു വിരുന്നൂട്ട് നടത്തുന്നു. നല്ല കിടിലം തീം സോങ് ഇട്ട് അടിക്കേണ്ട സമയമായിരുന്നു ഗൈസ്. അതായത് നമ്മുടെ ജിഷാർ ഇതായി നിൽക്കുന്ന മനുഷ്യനാണ് എല്ലാത്തിനും കാരണം. ഓക്കെ, ദ മാൻ ബിഹൈൻഡ് സക്സസ്. ഇഫ് ഈസ് വെരി ഷോർട്ട് നൻബാ, always be happy. പലവിധ പ്രോബ്ലംസ് will come and go, கொஞ்சம் chill பண்ணு മാപ്പി. ഒത്തുപിടിച്ച മലയും പോരും എന്ന് പറയുന്ന പോലെ ഒത്തൊന്ന് മൊബൈൽ കറക്കി കഴിഞ്ഞാൽ എല്ലാം അഞ്ഞു പോരും. എത്ര സിക്സ് ആയിട്ട് 5-6 സിക്സ് പോയി. ഇത്ര കഷ്ടപ്പെടുന്നു. ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ എല്ലാ കളി കഴിഞ്ഞും കൂട്ടമായിട്ടൊരു ചർച്ച പതിവാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ കളിയിൽ എന്തൊക്കെയാണ് നമ്മൾ നടന്നത് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്നു. അതിനകത്ത് പങ്കെടുത്ത് നമ്മൾ ഇതിനേക്കാളും നല്ല കളി അടുത്ത കളിയിൽ കളിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പിരിയുന്നു. അങ്ങനെ പോലെ കേട്ടാ, ക്യാമറ പൊങ്ങിപ്പോയി തിരിയുന്നത് ദൃശ്യങ്ങൾ ഇനി കാണാറുണ്ട്. ഗൈസ്, നമ്മൾ അങ്ങനെ ജയിച്ചു. ഓക്കെ, നല്ലോണക്ക് ബോൾ കളിയാണ്. ഇതിനെ കുറിച്ച് കേട്ടാ, ഞാൻ ലുക്മാന്റെ വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ എടുത്തപ്പം ഇവൻ കാറ്റടിച്ചതും ഇവന്റെ ചൂടങ്ങ് പോയി. ഭയങ്കര ചൂട് കാറ്റ് വന്നതിന് ഏത് കാറ്റ് വരാ. അങ്ങനെ ഒരു സൺഡേ കൂടെ കടന്നുപോയി ഗൈസ്. അപ്പം പിന്നെ എനിക്ക് അടുത്ത സൺഡേയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, സീ യു, ബൈ ബൈ. നമ്മുടെ കറക്റ്റ് കിട്ടിയല്ലേ? ഞാനുണ്ട് അതിനകത്ത്. അപ്പൊ അതിലൂടെ എന്നെ കാട്ടി വിക്കറ്റ് ഉണ്ടല്ലോ. ഫതിലൂന് താട്ടോ അജുവിന്റെ ബോളേ അവർക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അജു ഭയങ്കര എന്തെല്ലോ ചെയ്യുന്നുണ്ട്. എന്നെ ഫതിലുച്ചാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഫസിലുച്ചായി വീഡിയോയിൽ